ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. സാധു സുന്ദർ സിംഗ് എന്ന സുവിശേഷകൻ ടിബറ്റിൽ പരസ്യമായി പ്രസംഗിക്കുന്ന സമയത്ത് സുവിശേഷ വിരോധികളായ ചിലർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. രക്ഷപ്പെടാതിരിക്കുന്നതിനായി ഒരു മേൽമൂടി വെച്ച് ആ കിണറിൻ്റെ മേൽഭാഗം അടച്ചു. ദുർഗന്ധം വമിക്കുന്ന ആ കിണറ്റിൽ അദ്ദേഹം അത്യധികമായ വേദന സഹിച്ചു. അല്പം കുടിവെള്ളം പോലും ലഭിക്കാതെ 3 ദിവസം അതിൽ കഴിച്ചുകൂട്ടി. ആ പൊട്ടക്കിണറിനുള്ളിൽ അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. പെട്ടെന്നാണ് മുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. ആരോ ഒരാൾ കിണറിൻ്റെ മേൽമൂടി നീക്കിയിരിക്കുന്നു. മുകളിൽ നിന്ന് സൂര്യപ്രകാശം കിണറ്റിലേക്ക് അടിക്കുവാൻ തുടങ്ങി. ഉയരത്തിൽ നിന്നും ഒരു കയർ അദ്ദേഹത്തിന് ആരോ ഇറക്കിക്കൊടുത്തു. കയറിൽ പിടിച്ചുകൊള്ളുക എന്ന ഒരു നിർദ്ദേശവും കേട്ടു. സാധു സുന്ദർ സിംഗ് ആ കയറിൽ തൂങ്ങി കിണറിന് വെളിയിൽ വന്നു. എന്നാൽ തന്നെ രക്ഷിച്ച അപരിചിതനെ അവിടെ എങ്ങും കണ്ടില്ല. തന്നെ രക്ഷിക്കുവാൻ ദൈവം നിയോഗിച്ച ദൈവദൂതനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദൈവമക്കളുടെ സുരക്ഷ ദൈവകരങ്ങളിൽ ഭദ്രമാണ്. ദൈവത്തിൻ്റെ സുരക്ഷാ കവചം ഭേദിച്ച് ഒരു ശത്രുവിനും അതിനുള്ളിൽ കയറാൻ സാധിക്കില്ല. യേശുവിൻ്റെ രക്തത്തിൻ്റെ സുരക്ഷ നമ്മുടെ മേലുണ്ട്. കുഞ്ഞാടിൻ്റെ രക്തം മുദ്രയുള്ള അവിടുത്തെ ദാസരിലോ അവരുടെ ഭവനത്തിലോ സംഹാരകന് പ്രവേശിക്കുവാൻ സാധ്യമല്ല. യേശുവിൻ്റെ കൃപാവലയത്തെ ഭേദിക്കുവാൻ മഹാമാരിക്കോ പകർച്ചവ്യാധിക്കോ സാധ്യമല്ല. നമ്മുടെ പരിപാലകൻ കൂടെയുള്ളപ്പോൾ ഇരുട്ടിൻ്റെ താഴ്വരകളെ നാം ഭയപ്പെടരുത്. നിന്റെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കുകയില്ല. യഹോവ നമ്മുടെ പരിപാലകനും വലത്തുഭാഗത്ത് തണലുമാണ്. നമുക്ക് വേണ്ടത് ധൈര്യവും വിശ്വാസവുമാണ്. തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം അരികിലുള്ളപ്പോൾ നാം ഭയപ്പെടരുത്. ജീവിതത്തിൽ എത്ര ആഴങ്ങളിലേക്ക് വീണുപോയാലും താങ്ങുന്ന ഉയർത്തുന്ന ദൈവകരം നമ്മോട് കൂടെയുണ്ട്. സങ്കീർത്തനം 125:1. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്